എമ്പുരാനുമായി ബന്ധപ്പെട്ടാണ് റെക്കോർഡുകൾ വീണ്ടും മറികടക്കുകയാണ് എമ്പുരാൻ. ബുക്ക് മൈ ഷോ വഴി ആദ്യ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ആദ്യ ഇന്ത്യൻ സിനിമ എന്ന നേട്ടം എമ്പുരാൻ കൈവരിക്കുന്നു. 6,40,454 ടിക്കറ്റുകളാണ് 24 മണിക്കൂറിൽ വിറ്റഴിച്ചത്. 3,30,000 ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത പ്രഭാസിന്റെ ചിത്രം കൽക്കിയായിരുന്നു ഇതുവരെ ഈ റെക്കോർഡിന് ഉടമ. ആദ്യ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റതിന്റെ റെക്കോർഡും എമ്പുരാൻ ഇന്നലെ തിരുത്തിയിരുന്നു. MS ഹരീഷൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഹരി, ഈ ഓരോ ദിവസവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് എമ്പുരാന്റെ റെക്കോർഡുകൾ മാത്രമാണ് ചർച്ച ചെയ്യാനുള്ളത്. വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ 6,40,500 പരം ടിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ കളക്ഷൻ തുക ഈ റിലീസിന് മുമ്പ് എത്രയായി കാണുമെന്ന് നമ്മൾ ചേർത്ത് വെക്കണം. ഇത് കൂടാതെയാണ് ആ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന കളക്ഷൻ. അപ്പോൾ ഈ ലൈക്ക പ്രൊഡക്ഷൻസിന്റെയും ഗോകുലത്തിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും ഒക്കെ ആശങ്കകൾക്ക് ഒരു പകുതിയെങ്കിലും അറുതി വന്നുവെന്ന് മനസ്സിലാക്കണോ? തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആ ഒരു ആശങ്കകൾക്കൊക്കെ പകുതിയിൽ കൂടുതൽ അറുതി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അതിൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മൾ ഈ രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കൽക്കി എന്ന പ്രഭാസ് ചിത്രം, ആ ചിത്രത്തിനകത്ത് പ്രഭാസ്, കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, ദീപിക പദുകോൺ അങ്ങനെ ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും ഉണ്ടായിരുന്ന ആ ചിത്രത്തില് ബുക്ക് മൈ ഷോ വഴി ആദ്യത്തെ 24 മണിക്കൂറിൽ വിറ്റിരുന്ന ടിക്കറ്റ് 3,30,000 അതിന്റെ നേരിരട്ടിയാണ് ഒരൊറ്റ മോഹൻലാൽ എന്ന പേര് കാരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. മലയാള സിനിമയുടെ രാജാവെന്നല്ല, ഇപ്പോൾ ഇന്ത്യൻ സിനിമയുടെ രാജാവായിട്ട് മോഹൻലാൽ മാറുകയാണ് എന്നുള്ളതാണ് ഈ കളക്ഷൻ റെക്കോർഡോട് സൂചിപ്പിക്കുന്നത്. നമ്മള് മറ്റ് താരങ്ങൾ പറയുമ്പോഴല്ലോ, ജനങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് ഇതിലൂടെ, പ്രത്യേകിച്ച് ഈ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിലൂടെ അവർക്ക് എത്രമാത്രം താല്പര്യമുണ്ട് എമ്പുരാൻ എന്ന ചിത്രം ആദ്യ ദിനം തന്നെ കാണാൻ, അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാനുള്ളത് തന്നെയാണ് ബുക്കിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളുടെ വിധി എഴുതുന്നത് വേണം തന്നെ പറയാം. അല്ലാതെ മറ്റ് സംഘടനകളുടെ അങ്ങനെ ഒരു തരത്തിലില്ലാതെ ജനങ്ങളുടെ വിധി എന്നുള്ളത് തന്നെയാണ്, അവരുടെ ആഗ്രഹം ആണ് ഈ ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ തെളിയിക്കുന്നത്. അങ്ങനെ ഈ 6,40,500 പരം ടിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആദ്യ ദിവസത്തേക്കല്ല. ആദ്യ ദിവസത്തിൽ പലർക്കും ടിക്കറ്റ് കിട്ടാതെ വന്നപ്പോൾ രണ്ടാം ദിനവും മൂന്നാം ദിനവും ഒക്കെയായി ബുക്കിംഗ് നടക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പെഷ്യൽ ഷോസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അർദ്ധരാത്രി 1 മണി, അർദ്ധരാത്രി 2 മണിക്കൊക്കെ ഈ മറ്റു ഷോകൾ, നോർമൽ റെഗുലർ ഷോസ് ഒക്കെ അപേക്ഷിച്ച് അതെല്ലാം മാറ്റിക്കൊണ്ട് അർദ്ധരാത്രി 2 മണിക്കൊക്കെ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഷോസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിലത്തെ ചാർട്ടിംഗ് പ്രകാരം 2,592 ഷോകളോളമാണ് കേരളത്തിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഓരോ തിയേറ്ററും ഓരോ അരമണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും സ്പെഷ്യൽ ഷോ ഒക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കുകയാണ്. ഇതിനകത്ത് റെക്കോർഡ് എന്ന് നമുക്ക് പറയാൻ നമ്മൾ മലയാള സിനിമ തന്നെയാണോ ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക് കൈവരിച്ചിരിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം തെലുഗുവും ഹിന്ദി സിനിമയും ഒക്കെ തന്നെ അടക്കി വാഴുന്ന ഇന്ത്യൻ സിനിമാ ലോകത്തിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന റെക്കോർഡിന്റെ ഇരട്ടിയായിട്ടൊരു മലയാള ചിത്രം വരുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും കൗതുകകരവും മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് പറയേണ്ടത്. കാരണം പുഷ്പ പോലൊരു ചിത്രത്തിന്റെ 2ാം ഭാഗം വരുന്ന സമയത്ത് എത്രമാത്രം ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു, ഇന്ത്യ ഒട്ടാകെയുള്ള പ്രേക്ഷകർക്ക് അത്രമാത്രം ആ സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹമുണ്ടായിരുന്നു. അതാകെ 24 മണിക്കൂറിനുള്ളിൽ നേടിയത് 2,40,000 ടിക്കറ്റുകളാണ് 24 മണിക്കൂറിനുള്ളിൽ നേടിയത്. ലിയോ എന്ന ചിത്രം ഒരു MCU അല്ലാതെ ലോകേഷ് കനകരാജും വിജയും കൂടെ വരുന്ന ചിത്രത്തിന് 24 മണിക്കൂറിൽ നേടാൻ സാധിച്ചത് 1,26,000 ടിക്കറ്റുകളാണ്. അതെല്ലാം പൊളിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ ബ്രാൻഡ് വാല്യൂകളും സ്റ്റാർ നെയിംസും ഒക്കെ ഇന്ത്യൻ സിനിമാ ലോകത്തെ പറ്റി സംസാരിക്കുന്നിടത്താണ് മോഹൻലാൽ, മലയാളത്തിന്റെ ചെറിയൊരു ഇൻഡസ്ട്രി, മോളിവുഡ് പോലുള്ള ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്ന് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രമായ ലൂസിഫറിന്റെ 2ാം ഭാഗം എമ്പുരാന് വേണ്ടിയിട്ട് ചെറിയ, നമുക്ക് മലയാളത്തിൽ നിർമ്മിച്ച ഒരു സിനിമയാണ് എന്ന് കരുതി നമുക്ക് ചെറിയ ചിത്രമാണെന്ന് പറയാൻ സാധിക്കില്ലല്ലോ ഹരി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാൻ ഇന്ത്യ തലത്തിൽ ഇവർ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രചരണമുണ്ട്. മറ്റ് ഭാഷകളിലൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ ഒരു പാൻ ഇന്ത്യ പ്രഭാവമുണ്ട്. അപ്പോൾ ഇതിന് വന്നൊരു വല്ലാത്തൊരു ഹൈപ്പൊക്കെ ഒരുപക്ഷെ മറ്റ് മലയാളം സിനിമകൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ വലിയ വലിയ പ്രതീക്ഷകൾ കൂടി ഈ സിനിമയ്ക്ക് സംഭാവന ചെയ്തു എന്നുള്ളത് പ്രധാനമാണ്. ഈ പറഞ്ഞതുപോലെ മലയാളികൾ മാത്രമായിരിക്കില്ല ഈ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തത്. ബുക്ക് മൈ ഷോയിലൂടെ മറ്റു ഭാഷകളിലുള്ള ആളുകളും കട്ട വെയിറ്റിംഗ് ഈ സിനിമയ്ക്ക് വേണ്ടി എന്ന് വേണം കരുതാൻ. ഇത്രയധികം ശ്രദ്ധ ഈ ദിവസങ്ങൾക്കിടയിൽ കിട്ടിയ മറ്റൊരു ഇന്ത്യൻ സിനിമയും ഉണ്ടായിരിക്കില്ല.
തീർച്ചയായും അതെല്ലാം തന്നെ കണക്കുകളിൽ നിന്നും സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതെല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ. മറ്റു സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് പല നോർത്തിലൊക്കെ പ്രത്യേകിച്ച് തിയേറ്ററുകളുടെ എണ്ണം വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം ഉള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലും ബാംഗ്ലൂർ കർണാടകയിലും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ നോർത്തിലേക്ക് വരുമ്പോഴേക്കും തിയേറ്ററുകളുടെ എണ്ണം താരതമ്യേന കുറവാണ് എന്നുള്ളത് പറയേണ്ടതാണ്. പക്ഷെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലയാളം ഇൻഡസ്ട്രി ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ് എന്നതാണ് സൂചിപ്പിച്ചത്. എമ്പുരാൻ പോലൊരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയിലേക്ക് വരുമ്പോൾ പോലും ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ ഒരു 100 കോടി രൂപ ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് 80 കോടി രൂപയും ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലവും 20 കോടി രൂപ മേക്കിങ്ങിന് വേണ്ടി മാത്രം ചെലവാക്കുന്നതല്ല. ഇതിനകത്ത് മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ പോലും അത് ഈ പ്രധാനപ്പെട്ട വലിയ സൂപ്പർ താരങ്ങളൊക്കെ തന്നെ അവരെയൊക്കെ തിരുത്തി പറയുന്ന രീതിയിലേക്ക് തന്നെയാണ് പൃഥ്വിരാജിന്റെ സ്റ്റേറ്റ്മെന്റ്. കാരണം ഈ വലിയ ചിത്രങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും അതിൽ ഭൂരിഭാഗവും പോകുന്നത് ഈ താരങ്ങളുടെ ശമ്പളത്തെ കുറിച്ചാണെന്ന് എന്നുള്ളൊരു വാദത്തെ തന്നെ പൃഥ്വിരാജ് അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസവും വന്ന് പറഞ്ഞത്. പിന്നെ അവരുടെ ഈ പാൻ ഇന്ത്യ ഒട്ടാകെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുംബൈയിൽ നടത്തിയ പ്രൊമോഷൻ പരിപാടികൾ, ഐമാക്സിന് വേണ്ടിയിട്ട് ട്രെയിലർ സ്ക്രീൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഓൾ ഇന്ത്യ പ്രൊമോഷനിലേക്ക് ഈ സിനിമ കൊണ്ടെത്തിച്ചതും എല്ലാം തന്നെ ഈ ടിക്കറ്റ് ബുക്കിങ്ങിന് ഗുണകരമായി മാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ബുക്കിംഗ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിനത്തിൽ കേരളത്തിൽ ഇത്രയും നേടാൻ പറ്റുമെന്നുള്ള ഒരു വലിയ ചോദ്യം കൂടിയുണ്ട്. മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മലയാള സിനിമയ്ക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ടെറിട്ടറി എത്രയാണ് എന്നുള്ളതും കൂടി വളരെയധികം ഉറ്റു നോക്കേണ്ട കാര്യമാണ് രഞ്ജിത്ത്. കാരണം ഒരു മലയാള സിനിമയ്ക്ക് എത്ര ബൗണ്ടറി ക്രോസ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യൻ സിനിമയിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നോർത്തിൽ തിയേറ്ററുകൾ കുറവാണെങ്കിൽ പോലും വരുന്ന ദിവസങ്ങളിൽ ഈ ഹൈപ്പ് കാരണം പല തിയേറ്ററുകളും ചാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ 30-ാം തീയതി സൽമാൻ ഖാൻ ചിത്രമായ സിക്കന്ദർ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ സൽമാൻ ഖാൻ ചിത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഓണം എത്രയാണ് നമുക്ക് ഊഹിക്കാമല്ലോ. ആ സൽമാൻ ഖാൻ ചിത്രത്തെ പോലും വെട്ടിച്ചുകൊണ്ടാണ് അവിടെ എമ്പുരാൻ പോലൊരു ചിത്രം നോർത്തിൽ നേടുന്ന നേട്ടം എന്ന് പറയുന്നത് നിസ്സാര കാര്യമേ അല്ല. 2 വർഷം 3 വർഷം മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുച്ഛത്തോടെ ചിരിച്ചു തള്ളുന്ന മറ്റ് ഇൻഡസ്ട്രികളുടെ മുന്നിലേക്കാണ് വെറും 2-3 വർഷത്തെ ഗ്യാപ്പിനിടയിലേക്ക് ഒരു മലയാള സിനിമ നോർത്തിൽ പോയി അവിടുത്തെ പ്രധാനപ്പെട്ട താരത്തിന്റെ സിനിമയെ വെട്ടിച്ചുകൊണ്ട് എമ്പുരാൻ പോലൊരു ചിത്രം വരിക എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാര നേട്ടമായിട്ട് കാണാൻ കഴിയും. അതാണ് സാഹചര്യം. ഏതായാലും എമ്പുരാൻ ഓരോ ദിവസവും ഞെട്ടിക്കുകയാണ്. ഇനി കാത്തിരിപ്പിന്റെ ഏതാനും ദിവസങ്ങൾ മാത്രം. വ്യാഴാഴ്ച രാവിലെ 6:30 മണിക്ക് ആദ്യ ഷോ പ്രേക്ഷകർക്കായി എത്തും. അതിനുശേഷം വിലയിരുത്തും എന്താകും ഇന്ത്യൻ സിനിമയിൽ എമ്പുരാൻ എന്നുള്ളത്.